വടക്കാഞ്ചേരി അകമലയിലെ പരിസ്ഥിതിലോല പ്രദേശത്ത് മണ്ണുമാന്ത്രി യന്ത്രം ഉപയോഗിച്ച് നടത്തുന്ന അനധികൃത വഴി നിർമ്മാണം എംഎൽഎയുടെയും ഇടതുപക്ഷത്തിന്റെയും മൌനാനുവാദത്തോടെയാണെന്ന് ഡിസിസി സെക്രട്ടറി കെ അജിത് കുമാർ ആരോപിച്ചു. റവന്യൂ വകുപ്പ് അധികൃതരും പോലീസും ചേർന്ന് നിർത്തിവെപ്പിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് യാതൊരു നിയമാനുമതികളും നിലവിലില്ല. നഗരസഭയുടെ കുടിവെള്ള പദ്ധതിയുടെ മറവിൽ ഏക്കറുകളുള്ള എസ്റ്റേറ്റിൽ നിന്നും 3 സെന്റ് സ്ഥലം വിട്ടുകൊടുത്തുകൊണ്ട് ബാക്കി സ്ഥലത്തേക്ക് വഴിയും മറ്റും ഉണ്ടാക്കാനുള്ള ശ്രമമാണിതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. കഴിഞ്ഞ മഴക്കാലത്ത് ഈ കുന്നിന്റെ പലയിടങ്ങളിലും വ്യാപകമായി മണ്ണിടിച്ചിലും മറ്റുമുണ്ടായിരുന്നു. പരിസ്ഥിതി ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ ജില്ലാ ഭരണകൂടത്തിന്റെയും സംസ്ഥാന ഭരണകൂടത്തിന്റെയും പ്രതിനിധികൾ സ്ഥലത്തെത്തി ഈ പ്രദേശം പരിസ്ഥിതി ദുർബല പ്രദേശമാണെന്നും പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കാവുന്ന യാതൊരു പ്രവർത്തനങ്ങളും തുടർന്ന് ചെയ്യരുതെന്നും നിർദ്ദേശിച്ചിരുന്നതാണ്. പരിസ്ഥിതി ലോല പ്രദേശത്തെ ഇത്തരം പ്രവൃത്തികൾ താമസക്കാർക്ക് ഭീഷണിയുമാണ്. കോൺഗ്രസ് നേതാക്കളായ കെ അജിത് കുമാർ, ബിജു ഇസ്മായിൽ, ശശി മംഗലം, സിദ്ദിഖ് മാരാത്തുകുന്ന്, അഹ്സാൻ ഷെയ്ഖ്, ആദിത്യൻ കാഞ്ഞങ്ങാട്ട് എന്നിവർ റവന്യൂ വകുപ്പ് അധികൃതർ പണികൾ നിർത്തിവെപ്പിച്ച സ്ഥലത്ത് സന്ദർശനം നടത്തി. പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാൾ എന്ന് പറഞ്ഞിട്ടാണ് ഒരു സ്ഥലത്തിന്റെ തീരുമാനമെടുത്തത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ്, ആരുടെയാണ് ഇത് എന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടോ? ഒരാളൊരു ഭൂമി നഗരസഭയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ സർവേ നമ്പറും വില്ലേജും ഉടമസ്ഥൻ്റെ പേരും ഉൾപ്പെടെയുള്ള തീരുമാനമാണ് വേണ്ടത്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ആ സ്ഥലം എന്നുള്ളതാണ്. ഇവിടെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിസ്സാര വിലയ്ക്കുള്ള സ്ഥലങ്ങൾ ഇതുപോലെ നഗരസഭയുടെ ഫ്ലാറ്റ് പണിയാനാണെന്ന് പറയുമ്പോൾ അതൊരു വികസനം പാവങ്ങൾക്ക് എന്ന് പറയാണ്. എന്നിട്ട് അവിടെ റോഡ് വെട്ടുക, അങ്ങോട്ടുള്ള മണ്ണെടുത്ത് നീക്കുക, വലിയൊരു മാഫിയയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ MLA-യുടെ ഒരു ബന്ധുവാണ് ഇതിൻ്റെ പുറകിലുള്ളത്. MLA ഉൾപ്പെടെ ഇവിടുത്തെ കൗൺസിലർ ഉൾപ്പെടെ മുഴുവൻ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാം. ഇതൊക്കെ വികസനത്തിന് വേണ്ടിയാണെന്നാണ് കൗൺസിലർ ഇന്നലെ പറഞ്ഞത്.